ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടൂരുള്ള എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. അതെ, അത് മാത്രമല്ല ഇവിടെ എന്താ പറയുക, ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് നമുക്ക് എപ്പോൾ വരണം, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അല്ലേ, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഏത് സമയത്താണ് കറക്റ്റ് വന്നാൽ നമുക്കെല്ലാം കാണാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ഫുൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നതാണ്. പ്രകൃതി സുന്ദരം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്ഥലമാണ്. ഫുൾ കാടിന്റെ ഇടയ്ക്ക് നമ്മൾ നിൽക്കുന്ന ഒരു ഫീലാണ്. അടിപൊളി, അതെല്ലാം നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെപ്പോലെ വെയിറ്റിംഗ് ആണ് ഇവിടുത്തെ കുറേ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി ആദ്യം സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഇപ്പം മണി ഏകദേശം 9:30 ആവുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പാർക്കിംഗ് റെഡിയാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അധികം തിരക്കൊന്നും ഇല്ല, ഇന്ന് ശനിയാഴ്ചയാണ്. പക്ഷേ എനിക്കൊന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ വരുമായിരിക്കും. ടിക്കറ്റ് ഒരാൾക്ക് 40 രൂപ. 40 രൂപ. പിന്നെ ബോട്ടിംഗ് ഉണ്ടല്ലേ, ബോട്ടിംഗ് അതിന് സെപ്പറേറ്റ് ഫീസാണ്. അപ്പം നമ്മളിപ്പോൾ ഇതുവഴിയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ആനയുടെ കുളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ എനിക്ക് ക്വാർട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ ആനയെ കുളിപ്പിക്കുന്ന അങ്ങോട്ട് പോകാം. ചെറിയൊരു കാട്ടിനകത്തൊക്കെ കയറുന്ന പോലെ ഒരു ഫീലാണ്. ഇതേ ഞാൻ ആളില്ലെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് അവിടേക്ക് ഇഷ്ടം പോലെ ആൾക്കാർ നേരത്തെ വന്നിട്ടുണ്ട്. മഴയുള്ള ദിവസം വരരുതെന്നാണ് നമ്മൾ അറിഞ്ഞതല്ലേ. മഴയുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ ആനയുടെ കുളി മുടങ്ങും. ഇവിടുത്തെ തിരക്ക് കണ്ടോ. ഓ, പിന്നെ അവിടെയൊക്കെ കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് കുറേ പേര് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. ആ സൈഡിലോട്ടാണ് ബോട്ടിങ് പോകുന്നത്. 2 ആനകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് സീത. ഓക്കെ, എത്ര നാളായി ഇവിടെ? ഞാൻ 8 വർഷമായി. 8 വർഷം. രാവിലെ 8 മണിക്ക് ഓപ്പൺ ആവും. 9 മണിക്ക് 8:30 ആകുമ്പോൾ ആനകളെ നടത്തിക്കും. 9 മണിക്ക് കുളിപ്പിക്കാൻ ഇറക്കും. 10 മണിക്ക് ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുത്തിട്ട് അതിന് ശേഷം അങ്ങ് മുകളിലോട്ട് പോയി അവിടെ 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള 4-5 ആനകളെ ഉയര സൈഡിൽ കാണും. പിന്നെ ബോട്ടിങ് 8 മണിക്ക് തുടങ്ങും. അവിടെ കുട്ടവഞ്ചിയും പിടൽ ബോട്ടും ബാംബു റാഫ്റ്റിംഗും ആണ് ഉള്ളത്. അതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? റേറ്റിങ് പിന്നെ ബൗൾ ബോട്ടിന് 400 രൂപയാണ്. 4 പേരാണ് അതിൻ്റെ കപ്പാസിറ്റി. പിന്നെ പെഡൽ ബോട്ട് അത് 2 സീറ്റ് ഉള്ളതുകൊണ്ട് 4 സീറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ ബാംബു റാഫ്റ്റിങ് അത് 2 സീറ്റ് 100 രൂപ, 4 സീറ്റ് 200 രൂപ അങ്ങനെ. പിന്നെ ബാംബു റാഫ്റ്റിങ് ആളിന് 100 രൂപ വെച്ചാണ്. മിനിമം 5 പേരാണ്. അത് കഴിഞ്ഞ് കയറുന്ന ഓരോരുത്തർക്കും 100 രൂപ വെച്ചടങ്ങി. ഇവിടെ 16 ആനയാണ് ഉള്ളത്, എല്ലാ പ്രായത്തിലുള്ള. എല്ലാ പ്രായത്തിലും. ഇവിടെ 3 വയസ്സ് മുതൽ 83 വയസ്സ് വരെയുള്ള 16 ആനകളാണ് ഉള്ളത്. അതിൽ മതപ്പാടിൽ നിൽക്കുന്നതിനൊക്കെ കാണാൻ പറ്റൂല, അവരൊക്കെ അകത്തോട്ട് മാറ്റി കെട്ടിയിരിക്കുന്നുണ്ടാവും. ബാക്കിയുള്ള ആനകളെ നമുക്ക് കാണാം. ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് ഇത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന ആനകളാണ്. ഒറ്റപ്പെട്ടു പോയിട്ട് കൂട്ടത്തിൽ നിന്ന് മാറി പല കാരണത്താൽ മുറിവ് പറ്റിയതും അപകടത്തിൽപ്പെട്ടതുമായിട്ടുള്ള ആനകളാണ്. എല്ലാ ദിവസവും ഉണ്ടോ ഇവിടെ? അതോ ഇവിടെ തിങ്കളാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. എത്ര മണി വരെ ഉണ്ടാവും? 5 മണി. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ടിക്കറ്റ് 4:45 ടിക്കറ്റ് ക്ലോസ് ചെയ്യും. ആന ഉണ്ട്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ആണ്. ഇത്രയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഫുഡ് കൊടുക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ട്രക്കിംഗ് ഉണ്ട്. കതർമുടി ട്രക്കിങ്ങും കിഴക്ക് മലബാർ ട്രക്കിംഗ് എന്ന് പറഞ്ഞ 2 ട്രക്കിംഗ് ഉണ്ട്. ഒരു ദിവസത്തെയാണോ അതോ ബുക്ക് ചെയ്തിരിക്കണം? അല്ല, ഈ കിഴക്ക് മലബാർ ട്രക്കിങ് ഒരു 3 മണിക്കൂർ കൊണ്ട് തീരുന്നതാണ്. പിന്നെ കതർമുടി ട്രക്കിങ് ഒരു ദിവസത്തേതാണ്. രാവിലെ 8 മണിക്ക് ഇവിടെ എത്തണം. ടിക്കറ്റ് കഴിഞ്ഞിട്ട് ബാക്കി നമ്മളെ രേഖകളെല്ലാം കൊടുക്കണം. തിരിച്ച് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് തിരിച്ചെത്തുന്നത്. 2 ഗൈഡുമാർ കൂടി വരും. 5 കിലോമീറ്റർ
പിന്നെ ജീപ്പിൽ പോവാം, അത് കഴിഞ്ഞ് നടന്നു കയറണം. അത് സാഹസിക യാത്ര പോലെയാണ്. മറ്റേ ചെറുത് നമ്മളിവിടെ തന്നെ, അതിവിടെ തന്നെ. ട്രക്കിങ് നേരത്തെ ബുക്ക് ചെയ്യും. പിന്നെ ഇവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആന പുനരധിവാസ കേന്ദ്രമായിട്ടുള്ള വർക്കാണ് നടക്കുന്നത്. മ്യൂസിയവും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ആനകളെല്ലാം ഫ്രീ ആയിട്ട് ഇവിടെ 11 മണി വരെ കാണിച്ചിട്ട് പിന്നെ അവരെ ഫ്രീ ആയിട്ട് കാട്ടിൽ കൂടുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻ, അപ്പോൾ ഇതിന്റെ പേര് ഹരികൃഷ്ണൻ 30 വയസ്സായതാണ്. ഇവിടെ ഏറ്റവും ചെറിയ ആന എത്ര വയസ്സാ? 3 വയസ്സാണ്. 3 വയസ്സ്. അത് ഏറ്റവും വലുത്? ഏറ്റവും വലുത് 83 വയസ്സായ സോമൻ. സോമനാണ്. അത് അങ്ങ് അകത്ത് കെട്ടിയിരിക്കുകയാണ്. മതപ്പാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. നമുക്ക് ആ സെന്ററിന്റെ അവിടെ നിന്ന് ഉയരോട്ട് നോക്കിയാൽ അവിടെ നിൽക്കുന്നത് കാണാം. കമ്മ്യൂണിറ്റി ഫീഡിങ്, വാത്തിങ്, പിന്നെ പരേഡ്, ഇതെല്ലാം കാണും. ഉണ്ടാവും. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഈ ഇതിനകത്തുള്ള പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഇപ്പം നമുക്ക് കമ്മ്യൂണിറ്റി ഫീഡിങ്, പിന്നെ കമ്മ്യൂണിറ്റി ബാത്തിങ്, പരേഡ്, ഇതെല്ലാം കാണും. അതെല്ലാം രാവിലെ 9 മണി മുതലാണ്. രാവിലെ 8 മണി മുതൽ 11 മണി വരെയാണ് ഇതെല്ലാം. കമ്മ്യൂണിറ്റി ഫീഡിംഗ് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിർത്തി കൊണ്ടുവന്ന് ഒരുമിച്ച് ചോറ് കൊടുക്കണം. അതാണ് കമ്മ്യൂണിറ്റി ഫീഡിംഗ്. അത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. കൊറോണ കാരണം നിർത്തി വെച്ചിരുന്നു. പുനരാരംഭിക്കും. ഈ ആനയുടെ പേര് പൊടിച്ചിന്നാണ്. അതിന് 7 വയസ്സ് കഴിഞ്ഞതാണ് നിൽക്കുന്ന ആന. അത് പിന്നെ ആ കിടക്കുന്നത് അമ്മു എന്ന് പറയുന്ന ആനയാണ്. 23 വയസ്സായ ആനയാണ് അമ്മു. പിന്നെ അപ്പുറത്തൊന്ന് കുളിപ്പിക്കുന്നുണ്ട്. അത് മിന്നയ്ക്ക് 22 വയസ്സായതാണ്. രാജ, പൂർണ്ണ, ആരണ്യക്കാണ് 3 വയസ്സ്. രാജു 3.5 വയസ്സ്. ആമിന 4.5 വയസ്സ്. അത്രയാണുള്ളത്. ഈ ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ ഏരിയ തന്നെയായിരിക്കും. 30 മിനിറ്റ് ആണ് ബോട്ടിങ്. ആള് കാണുമോ? അങ്ങോട്ട് പെഡൽ ബോട്ടിങ് തന്നെയല്ലേ ചവിട്ടണം. അതുകൊണ്ട് ഈ സൈഡിലോട്ടാണ് കൊടുക്കുന്നത്. ബാക്കി അവര് തുഴഞ്ഞ ഒരാളുണ്ട് കൂടെ, ബോട്ടിക്ക് ആളുണ്ട്. അവര് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകും. ഇതാണ് നേരത്തെ ചേച്ചി പറഞ്ഞ ആന. മതപ്പാട് ഏകദേശം കഴിഞ്ഞൊരു ആനയാണ്. അപ്പോൾ അതിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. ഇവിടെയാണ് ഫുഡൊക്കെ റെഡിയാക്കുന്നത്. ഇവിടെ വന്നു അവർ ഫുഡ് കഴിക്കുന്നു, പോകുന്നു. ഇവിടെ റൂമും ഉണ്ട്, റെന്റിന് കൊടുക്കുന്ന റൂമും ഉണ്ട്. നമുക്ക് പുറത്തുള്ളവർക്ക് സ്റ്റേ ചെയ്യാം. ചെയ്യാം. പിന്നെ അത് വർക്കിംഗ് ഡേ 1600, ഹോളിഡേയ്സ് 2100 AC ആണ്. ഒരു ദിവസം ഒരു കോട്ടേജ് ആണ് ഒരു ദിവസം. പിന്നെ അതിന് നമുക്ക് ഫുഡ് വേണമെങ്കിൽ പകലൊക്കെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും. നമ്മൾ പൈസ കൊടുത്ത് കഴിക്കാം. പിന്നെ രാത്രി വേണമെങ്കിൽ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങി കഴിക്കണം. നമുക്ക് ഇവിടെ ഇതുണ്ട്, എക്കോ ഷോപ്പ് ഉണ്ട്. ഇവിടെ ക്യാമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ക്യാമ്പ്, കോളേജ് കുട്ടികളുടെ ക്യാമ്പ്, അങ്ങനെ. ഇപ്പൊ ഈ പണി നടക്കുന്നത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് ആഹാരം കഴിക്കാൻ പോവാണ്. ഇതിന് രാവിലെ ചോറ് കൊടുക്കും. പിന്നെ അത് ഓരോ ആനയ്ക്ക് അതിന്റെ തൂക്കം അനുസരിച്ചാണ് ഇവിടുത്തെ ഫുഡ്. പിന്നെ പുല്ല്, പ്ലാന്തോല്, 4 മണിക്ക് ചോറ്, ഇതാണ് കൊടുക്കുന്നത്. ഈ ചോറെന്ന് പറയുമ്പോൾ അരി മാത്രമല്ല, അരി, പയറ്, റാഗി, മുതിര, ഗോതമ്പ്, മഞ്ഞൾ, അങ്ങനെയുള്ള 8 ഐറ്റങ്ങളുണ്ടെന്നാണ് പറയുന്നത്. രാവിലെ 10 മണിക്കും വൈകുന്നേരം 4 മണി ആണ് ചോറ് കൊടുക്കുന്നത്. അത് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം പുല്ലും പ്ലാന്തോലും ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹരികൃഷ്ണന് ഫുഡ് കൊടുത്തു. അതിനുശേഷം ഇനി അടുത്ത ഓല കഴിക്കാൻ വേണ്ടി കൊടുക്കുവാണ്. നല്ല അടിപൊളി കായലിൻ്റെ സൈഡിൽ ഫുള്ള് കാടിൻ്റെ ഒരു സെറ്റപ്പാണ്. ഇവിടെ അങ്ങോട്ട് ട്രെക്കിംഗ് ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ വരാം. നമുക്ക് ഒരു ദിവസം ട്രൈ ചെയ്യാം. പക്ഷെ നേരത്തെ ബുക്ക് ചെയ്യണം. ഇപ്പൊ പറ്റത്തില്ല, ഈ വീഡിയോയിൽ പറ്റില്ല. നമുക്കതൊരു മറ്റൊരു വീഡിയോ ആയിട്ട് എടുക്കാം. ഇതൊരു കുട്ടിയാനയാണ്, അധികം വയസ്സൊന്നുമില്ല. പേരെന്താ പറഞ്ഞ? ആമിനെയോ? അല്ല, അമ്മു. പുള്ളിക്കാരി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈ പിടിയാനയാണ്. കാല് കട്ടിയാവോ? നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. നമ്മുടെ ഹരികൃഷ്ണൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പോവാണ്. അടുത്ത ആൾ റെഡി ആയി നിൽപ്പുണ്ട്.
അച്ചിരി കുട്ടിക്കുറുമ്പിയാണോ ഇച്ചിരി ആനയാണ്. അവർ വരിക, അവർ ഫുഡ് കഴിക്കുക, എന്നിട്ട് ഓല എടുത്തിട്ട് കൊടുക്കും, അതെടുത്തുകൊണ്ട് പോവുക. അതാണ് അവരുടെ ദിനചര്യ. കുളി കഴിയുക, ഫുഡ് കഴിക്കുക, പോവുക. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു രാവിലത്തെ ഒരു സംഭവം. അതായത് പോണാണല്ലോ പുള്ളി മറ്റേ ഹരികൃഷ്ണൻ്റെ ഫുഡും കഴിച്ചു, പിന്നെ ബാക്കിയുള്ള ഓലയൊക്കെ എടുത്തുകൊണ്ട് അവൻ്റെ ഫുഡ് എടുത്തുകൊണ്ട് അവൻ പോയി. അടുത്ത ആൾ വന്നു, റെഡിയായി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ അടുക്കളയിനകത്തുനിന്ന് ഫുഡ് വരും. ഫുഡിന് വിളിക്കുകയാണെന്ന് തോന്നുന്നു. ഫുഡിന് വിളിക്കുകയാണോ? ഇവിടുത്തെ ഏറ്റവും മൂത്ത ആനയെന്ന് പറഞ്ഞാൽ സോമൻ എന്ന് പറയുന്ന ഒരു ആനയാണ്. പക്ഷെ പുള്ളിക്ക് മതപ്പാടായതുകൊണ്ട് അങ്ങനെ വെളിയിലോട്ട് ഇറക്കാറില്ല. അപ്പം അത് പ്രത്യേക സ്ഥലമുണ്ട്, നമുക്ക് ഇവിടെ കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ അതാണ് രാജ്കുമാർ, പുറകെ നിൽക്കുന്നതാണ് രാജ്കുമാർ. അതെ, സർക്കസിലൊക്കെ ഉണ്ടായിരുന്നു, സൂവിലുണ്ടായിരുന്നു. ഇപ്പം പുള്ളി വിശ്രമം ചെയ്തു. അത് മതപ്പാടിൽ നിന്നതായതുകൊണ്ട് ഹരികൃഷ്ണനെ തിരിച്ച് അവിടെ കൊണ്ടുപോയി. ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ ഇറക്കിയതേ ഉള്ളൂ. ഓ അത് ശരി. കെട്ടിയിട്ടേക്കുന്നത് അതാണ് ഈ പുതിയ അടുക്കള. ഗാലറി ഉണ്ട്. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് കുളിപ്പിച്ചോണ്ട് വന്ന് ഒരുമിച്ച് നിരത്തി ചോറ് കൊടുക്കും. അതിന് അവിടെ ഇരുന്ന് കാണാനാണ് ആ ഗാലറി. അവിടെ എല്ലാ ആനകളും അവിടെ കൊണ്ടുവച്ച് ഒരുമിച്ച് ഫുഡ് കൊടുക്കും. അതുകൊണ്ട് അത് മ്യൂസിയമാണ്. അവിടെ ബിൽഡിംഗ് പണിയെല്ലാം കഴിഞ്ഞ് ഇനി അതിന്റെ അകത്തുള്ള സെറ്റിങ്ങുകളും കാര്യങ്ങളുമാണ്. അവിടെ ഇപ്പൊ തുറന്നിട്ടില്ല, പബ്ലിക്കിന് തുറന്നിട്ടില്ല. കായലെല്ലാം നെയ്യാർ ഡാമില്ലേ, നെയ്യാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയാണ്. അപ്പം നമ്മുടെ ആന വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അല്ലേ, രാവിലെ 9 മണിക്ക് മുന്നേ ഇവിടെ എത്തണം, എന്നാലേ നമുക്ക് ആനകൾ കുളിക്കുന്നതും. 9 മണി ആക്കണ്ട, നിങ്ങൾ 8 മണി 8 മണി തൊട്ട് 10:30 വരെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ആനയെ കുളിക്കുന്നതും പിന്നെ അവർ ഭക്ഷണം കൊടുക്കുന്നതും പിന്നെ അവർ ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നതും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഈ 10:30-ക്കുള്ളിൽ തീരും. അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ സമയത്തിനുള്ളിൽ വരികയായിരിക്കും. അതെ, അതല്ല ഇപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതേ ഇപ്പോൾ അടുത്ത ആന വരുന്നുണ്ട്, നമുക്ക് അതിനെയും കൂടെ കാണാം. അതെ, അടുത്ത ആന കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട്, ഫുഡ് കഴിക്കാനുണ്ട്. ചേട്ടാ അവൻ്റെ പേരെന്നാ? മീന. മീന പോകുന്നു കുളിയൊക്കെ കഴിഞ്ഞിട്ട്. മീന ഫുഡ് അടിക്കാൻ പോവാ സന്തോഷത്തില്ല. ഫുഡ് കൊടുക്കുന്നതൊക്കെ രസമുണ്ട് കേട്ടോ. എല്ലാവരും ഒരേ രീതിയിൽ അവിടെ വന്ന് നിന്ന് ആളെ വിളിച്ച് അയാൾ വന്ന് ഫുഡ് കൊടുത്ത് പിന്നെ അവർക്ക് മറ്റേ ഓല കൊടുക്കും. ആ ഓല എടുത്തുകൊണ്ട് അവർ അവരുടെ പാട്ടിന് പോകും. അതെ, നിങ്ങൾ ഒരു 6 മാസം കഴിഞ്ഞ് വന്നാൽ ഇവിടെ കുറെ മാറ്റങ്ങൾ വരും. കാരണം അല്ലേ, ഇപ്പോൾ വരാൻ പോകുന്ന മ്യൂസിയം വരുന്നുണ്ട്. പിന്നെ ആ കമ്മ്യൂണിറ്റി പറഞ്ഞ നമ്മൾ കാണിച്ചിരുന്ന സാധനമല്ലേ, ആ കമ്മ്യൂണിറ്റി ഫീഡിങ്, പിന്നെ കമ്മ്യൂണിറ്റി, പിന്നെ പരേഡ്, അങ്ങനത്തെ കുറേ സാധനം. പരേഡൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ കോവിഡ് കാരണം അവർ നിർത്തി വെച്ചിരുന്നത്. ഇപ്പം നമുക്ക് ഓരോരോ ആനകളെ കാണാൻ പറ്റുന്നത്. ഇത് ഇനിയിപ്പം ഫ്യൂച്ചറിൽ എല്ലാ ആനകളെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഈ കറക്റ്റ് സമയത്ത് വരിക എന്നുള്ള ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ താമസിച്ച സാധാരണ പുറത്തൊക്കെ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് അങ്ങനെ വന്നിട്ട് കാര്യം, കാരണം അതാണ് അതിന്റെ ഹൈലൈറ്റ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് ഇനി അടുത്ത ബോട്ടിംഗ് എന്നൊരു സ്ഥലവും കൂടെ ഉണ്ട്, നമുക്ക് അവിടെ കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ബോട്ടിങ്ങിന് പോകണോ വേണ്ടതെന്നൊന്നും നമുക്ക് തീരുമാനിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും നോക്കിയിട്ട് വരാം. ഇതാണ് മറ്റേ അവർ പറഞ്ഞ ബാംബൂൻ്റെ ഹട്ട്. നേരത്തെ ഇത് മറ്റേ ഈ ടൂറിസ്റ്റുകാർക്കൊക്കെ റെൻറ്റിന് കൊടുത്തിരുന്ന ഒരു സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഫുൾ നശിച്ചു പോയി. പക്ഷെ നല്ല രസമുണ്ട് അത് കാണാൻ. ഉണ്ടായിരുന്ന സമയത്ത് അടിപൊളിയായിരുന്നു. ഒരു പെഡൽ ബോട്ട് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 പേര് അടങ്ങുന്ന ഒരു ബോട്ടാണ്. ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തോട്ട് എത്തിയേക്കാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം. ആ സൈഡിൽ ഫുൾ ഒരു കാടിൻ്റെ സെറ്റപ്പാണ് അല്ലേ. ഇത് ബാക്കിയുള്ള ബോട്ടെല്ലാം എന്താ ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇവിടെ ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതിൻ്റെ എത്ര പേരാണ്, എത്ര രൂപയാണ്, അതൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. എൻ്റെ പേര് ചന്ദ്രൻ എന്നാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 9 വർഷമായി. 9 വർഷം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വേറെ പ്രത്യേകമായിട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ ചങ്ങാടം കൊണ്ട് യാത്രക്കാരെ കൊണ്ടുപോയി 1/2 മണിക്കൂറാണ്. ചങ്ങാടത്തിന് ഒരാൾക്ക് 100 രൂപ വെച്ച് 10 പേര് പോവുകയാണെങ്കിൽ 1000 രൂപ. 10 പേര് മിനിമം 10 പേര്. അല്ല പിന്നെ മിനിമം ചാർജ് 500 രൂപയാണ്. എത്ര പിന്നെ 500 രൂപ തൊട്ട് മുകളിലോട്ട് ആൾക്കാരനുസരിച്ച് 100 രൂപ കൂടും. അങ്ങനെ പിന്നെ കുട്ടവഞ്ചിയുണ്ട്.
കുട്ടവഞ്ചി ഓക്കെ കുട്ടവഞ്ചി അതൊക്കെ നമുക്ക് എത്ര പേര് നമ്മളിപ്പോൾ 2 പേരുണ്ടെങ്കിൽ 2 പേരെ കൊണ്ട് പോകും 2 പേരുണ്ടെങ്കിൽ 2 പേരെ കൊണ്ടുപോകും 4 പേരാണ് അതിൻ്റെ സ്റ്റാഫ്റ്റി ഓ 4 പേര് ഒരു കൊച്ചും ഓക്കെ അരമണിക്കൂർ യാത്ര അരമണിക്കൂർ പിന്നെ പെഡൽ ബോട്ട് 2 പേര് പോകുന്നതിന് 100 4 പേര് പോകുന്നതിന് 200 അതിലൊരു കൊച്ചിരിക്കും 4 പേര് പോകുന്നതിൽ ഇതിൽ പെഡൽ ബോട്ട് അതല്ലേ പെഡൽ ബോട്ട് ഇതായി കിടക്കുന്നത് നമുക്ക് ഇവിടെ ഉള്ളത് പിന്നെ ഒരു ബാംബുവിന്റെ ഒരു സംഭവം അത് കണ്ടല്ലോ തന്നെ മേഡം ഇതൊക്കെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞ ചങ്ങാടം ചങ്ങാടം ഓക്കെ അതാണ് ചങ്ങാടം അതിൽ മിനിമം ഇപ്പം നമ്മൾ പോകുന്നത് 8 പേരാണ് ഓക്കെ 8 പേര് ഇപ്പോൾ എടുക്കും അത് വർക്കിംഗ് ആണല്ലേ ഇപ്പോഴേ അതിൻ്റെ ഒരു സീറ്റ് ഇത്തിരി ഡാമേജ് ഉണ്ട് അങ്ങനെ ഒതുക്കിയിട്ടിരിക്കുക ഓക്കെ ഇത് പെഡൽ ബോട്ട് കുട്ടവഞ്ചി ഇപ്പോൾ ഉണ്ട് എല്ലാം ഇപ്പൊ അരമണിക്കൂർ ഒരു മണിക്കൂർ ആ ഒരു ഇതാണ് ഓക്കെ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ വല്ലതും ഉണ്ടോ അങ്ങോട്ട് നമുക്ക് ഇതുവരെ ഉള്ളൂ മേഡം ഇതുവരെ ഉള്ളൂ അത്രേ ഉള്ളൂ ഇനി റിട്ടേൺ പോകണം ബോട്ടിംഗ് നമുക്ക് എത്ര മണി വരെ കാണും നമുക്ക് ഇവിടെ നിന്ന് 8 മണിക്ക് സ്റ്റാർട്ടിങ് തുടങ്ങി 5 മണിക്ക് ക്ലോസ് 5 മണിയാകുമ്പോ തീരും തിങ്കളാഴ്ച മാത്രമേ ഇല്ല തിങ്കളാഴ്ച മാത്രമല്ല ബാക്കി ഇതാ ജാക്കറ്റ് കെട്ടിയാണ് പോണത് എല്ലാവരും കൊച്ചുകുട്ടിയൊക്കെ വരെ ജാക്കറ്റ് ഉണ്ട് അതെല്ലാം കെട്ടി സുരക്ഷിതമായിട്ടാണ് പോയി വരുന്നത് നമുക്ക് ഇതുവരെയ്ക്കും ഇവിടെ ഇങ്ങനെ വേറെ ഒരു അപകടം ഉണ്ടായിട്ടില്ല ഓക്കെ ഓക്കെ അപ്പൊ ഈ പെഡലിന് മാത്രം ആള് വരത്തില്ല ബാക്കി എല്ലാത്തിനും ബാക്കി കുട്ടവഞ്ചിയിലും ചങ്ങാടത്തിലും കൂടെ ആളുണ്ടാവും ഓക്കെ ഓക്കെ അപ്പൊ ഇവിടുന്ന് എത്ര ദൂരം വരെ പോകും അരമണിക്കൂർ ഓക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ റിട്ടേൺ വരും കറങ്ങി വരും ഓണ സീസണിൽ നല്ല തിരക്കാണ് പിന്നെ വെക്കേഷൻ ഇതിലൊക്കെ നല്ല തിരക്കാണ് പിന്നെ അവധി ദിവസം ശനിയും ഞായറൊക്കെ തിരക്കാണ് ഓക്കെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ കൂടുതൽ വരുന്നുണ്ട് പിന്നെ ഫോറിനർ വരുന്നുണ്ട് അവർക്ക് റേറ്റ് പിന്നെ കൂടുതൽ 600 രൂപയാണ് ഓക്കെ മലയാളികൾക്ക് മലയാളികൾക്ക് വേറെ റേറ്റ് ഓക്കെ അപ്പൊ ഇവിടെ ഈ താമസിക്കാൻ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഇതിൽ അങ്ങനെയൊന്നുമില്ല അവർ വന്നു കഴിഞ്ഞാലും കുട്ടവഞ്ചിയിൽ പൈസ എടുത്താണ് മേഡം പോണേ പൈസ എടുത്ത് ഹോട്ടൽസിന്റെ ചാർജ് പ്രത്യേകമാണ് ഓക്കെ ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ട്രക്കിംഗ് ഉണ്ട് കിഴക്കമലപ്പാറ ട്രക്കിംഗ് ഉണ്ട് പിന്നെ എരപ്പുപാറ ട്രക്കിംഗ് ഉണ്ട് കാസർഗോഡ് ട്രക്കിംഗ് 3 എണ്ണം ഉണ്ട് അത് ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് നമ്പർ ആയിക്കൊണ്ട് പോകും അതിന് നമ്മുടെ കൂടെ ആള് വരും അതിന് കൂടെ ഗൈഡുകൾ കൂടെ വരും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ അത് കഴിഞ്ഞു ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു റെസ്റ്റ് ഒക്കെ എടുക്കാനുള്ളൊരു സ്ഥലമുണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് ഒരു അപ്പാപ്പൻ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളൊരു വ്യൂ കിട്ടും To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's ഇതാണ് മറ്റേ ചങ്ങാടം as she puts her hand in mine. അടിപൊളിയല്ലേ We wanna chase the night, wanna dance to the light, pull stars from the sky, just 2 hearts running wild. Never sleep, never stop, every shot from നമ്മൾ ഇച്ചിരി താഴോട്ടൊന്ന് ഇറങ്ങാൻ പോവാണ് ആ വെള്ളത്തിൻ്റെ അടുത്തായിട്ട് the top. We're gonna be 2 hearts running wild. നമ്മൾ ഇതിന് മുന്നേ മറ്റേ കോന്നിയിൽ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടല്ലേ കുട്ടവഞ്ചി സവാരി അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇട്ടേക്കാം എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ അടുത്ത് നിന്നുള്ളത് ഏകദേശം 10:15 അപ്പോഴത്തേക്ക് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റിംഗ് ടൈമാണ് അപ്പോൾ ആനയുടെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ മരമൊക്കെ ഉണ്ട് നമുക്ക് ഇതിനോടടുത്ത് വന്ന് നമുക്ക് കുറച്ച് നേരം ആന കുളിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നിരിക്കും നല്ല രസമുണ്ട് ഇവിടെ അതെ ആനയുടെ അലർച്ച കേൾക്കുന്നു അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് അവിടെ നിന്ന് അങ്ങോട്ടാണ് ബോട്ടിങ് അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ് ഈ സൈഡിലേക്ക് അടിപൊളിയാണ് അപ്പോൾ നമുക്കിനി ക്യാൻറ്റീനിലോട്ട് പോകാം ക്യാൻറ്റീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് കാണാനുണ്ട് ഈ ആനകളല്ലേ പല ആനകളെ ഇങ്ങനെ നിർത്തിയേക്കുന്ന മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കുട്ടി ആനകളും ബാക്കിയുള്ള ആനകളൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം പിന്നെ ഏത് കണ്ടോ ജനുവരി ഫെബ്രുവരി ചീങ്കണ്ണിയുടെ ശല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പ് ബോർഡൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം
ആനകളെല്ലാം ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിർത്തിയേക്കാണ്. പക്ഷെ നമ്മൾ അടുത്തോട്ട് പോകുന്നില്ല. ഇതാണ് മറ്റേ പുതുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലം. അതിനകത്താണ് ഈ കമ്മ്യൂണിറ്റി ഫീഡിംഗ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. എല്ലാ ആനകളെ നിർത്തി ഒരേ സ്ഥലത്ത് തന്നെ നിർത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് പരേഡ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പോകണം. അതൊക്കെ ഈ സ്ഥലത്തായിരിക്കും അതൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി നല്ലതായിട്ട് ഡെവലപ്പ് ആവുന്നുണ്ട് ഈ സ്ഥലം. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം കേട്ടോ. നമ്മൾ ഫുഡ് കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യാൻറ്റീനുണ്ട്, എലഫൻറ്റ് ക്ലിനിക്കൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെ ഡെപ്യൂട്ടി വാർഡൻ്റെ ഓഫീസൊക്കെ ഉണ്ട്. ഡെപ്യൂട്ടി വാർഡൻ്റെ ഓഫീസ് ഇവിടെയാണ്. ഇതാണ് എലഫൻറ്റ് ക്ലിനിക്ക്. ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. നമ്മൾ ക്യാൻറ്റീനിലോട്ട് കയറുവാണ്. ഇതാണ് ക്യാൻറ്റീൻ്റെ ഉൾവശം. ഇതിവിടെ ഫുൾ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്, ആനയുടെ ഫോട്ടോസ്. നമ്മളിപ്പോൾ ഇനി അടുത്ത ആനകളെ കാണാൻ പോവാം. അപ്പോൾ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയാനുണ്ട്. ഓ ഇതാണ് ആമിന. 4 വയസ്സാണ് പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരി എന്തോ ഇങ്ങനെ ഒരു ടെൻഷനിലാണ്. എനിക്കൊന്ന് പാപ്പാനെ മാറ്റിയെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രാജയ്ക്ക് 11 വയസ്സാണ്. ഇപ്പം മതപ്പാട് കഴിഞ്ഞ് നിൽക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് ഒരുപാട് നേരം നിൽക്കണ്ട. അതിലേക്ക് കയറി അങ്ങ് അകത്ത് പോവാം. ഇതിലേക്ക് കയറി അങ്ങ് പോവാം. അകത്ത് അവിടെ പോകുമ്പോൾ ഒരു 3-4 ആനയുണ്ട്. ഇതാണോ രാജ? ഇതാണ് രാജ. ഓക്കെ. അപ്പം അതിലേക്ക് അവിടെ പോയി അങ്ങ് അകത്ത് പോയി അവിടെ മനു, പൂർണ്ണ, മായ, അരണ്യ, റാണ, പിന്നെ രാജു ഉണ്ട്. ഒരു 3 വയസ്സായ ആന. 3 വയസ്സായത് രാജുവും ആരണ്യം 3 വയസ്സായതാണ്. അപ്പൊ അവരെ കണ്ടിട്ട് ഇതാണ് ആന. ഇത് മതപ്പാട് കഴിഞ്ഞിട്ട് നിൽക്കാനാണ്. ഇച്ചിരി സേഫ് ഡിസ്റ്റൻസ് നിൽക്കാനാണ് അവർ പറഞ്ഞത്. ഇതാണ് മനു, 5 വയസ്സാണ്. ഇതാണ് ആരണ്യ, ഏറ്റവും ചെറുതാണ്. 3.5 6 വയസ്സ്. ഓക്കെ. ബാക്കിൽ ഒരെണ്ണമുണ്ട്, അതിന് 6 വയസ്സ്. അത് 6 വയസ്സുള്ള ആന അല്ല, അത് ബാക്കിൽ നിൽക്കുന്നു കണ്ടോ. ഇവക്ക് 3.5 വയസ്സ്. ഇത് ആരണ്യ 3.5 വയസ്സ്. ഏറ്റവും ചെറുത് എനിക്ക് തോന്നുന്നു ഇതാണ്. അയ്യോ താഴെ കഷ്ടം. ആനയെ കാണാൻ പോകുന്നത് കുരങ്ങൻ. ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. എൻ്റെ പൊന്നൂതാ ചൊറിയുന്നുണ്ട്. ഇതാണ് റാണ. അവിടെ 2 ആനകളുണ്ട്, ഒരു വലിയ ആന, ഒരു കുഞ്ഞാനയും. ഞങ്ങൾ ഒരാളെ നോക്കുന്നുണ്ടോ? കാണാമോ നിങ്ങൾക്ക്? ദേണ്ട പുള്ളി മറിഞ്ഞു, നാണം കുണിയ. അതെ, രാജുവാണ് ഇവിടുത്തെ ഏറ്റവും കുഞ്ഞാന. ആ പുറകിൽ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നതാണ് പൂർണ്ണ. ഇതാണ് എലിഫൻറ്റ് ആംബുലൻസ്. ഇവിടെ ആംബുലൻസ് ഒക്കെ ഉണ്ട്. 2 ആംബുലൻസ് ഇവിടെ കാണുന്നുണ്ട്. അതെ, നമ്മുടെ ഗൈഡ് ചേച്ചിയാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. അപ്പോൾ താങ്ക്സ് ചേച്ചി. നമുക്ക് കാണാം. ഓക്കെ, ശരി ചേച്ചി. എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ അടിപൊളിയായിരുന്നു. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് ആന മാത്രമേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. അപ്പം നല്ലൊരു സ്ഥലമായിരുന്നു. കാരണം ഇത്രയും അടുത്ത് കിടന്നിട്ട് നമ്മൾ അറിഞ്ഞില്ല അല്ലേ. തിരുവനന്തപുരത്തുള്ളവർ എന്തായാലും വന്നില്ലെങ്കിൽ ഒന്ന് വന്ന് കാണുന്നത്. വലിയ സമയമൊന്നുമില്ല. ശരിക്കും നിങ്ങൾക്ക് സമയം എടുത്ത് ഇവിടെ നിന്ന് എല്ലാം എൻജോയ് ചെയ്ത് പോകാം. പക്ഷെ നമ്മൾ ഈ വ്ളോഗിൻ്റെ ഇതിലായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് അടിപൊളിയായിട്ട് അതിൻ്റെ വൈബ്, കാടിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക്
സമയം എടുത്ത് പോകാവുന്നതാണ്. ഇവിടെ എല്ലാം പണി നടക്കുകയാണ്. അപ്പോൾ ഇതിനി ഡെവലപ്പ് ആവും. പക്ഷെ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് അവർ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരു 6 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കില്ല, ഇതിലും കൂടുതൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരും. അതിൻ്റെ പിന്നെ ഒരു അപ്ഡേറ്റ് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ബൈ ബൈ, ടാറ്റാ. അപ്പോൾ നമ്മൾ കാടിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ വന്നിട്ട് പുതിയ പുതിയ കാടുകൾ തേടി നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. അതാണ് നമ്മൾ പിന്നിട്ട വഴികൾ. അടിപൊളി സ്ഥലമാണ്. നല്ല കിടില ഒരു കാടിൻ്റെ ഒരു വൈബാണ് അല്ലേ. നല്ല കുറേ ആനകളും മൃഗങ്ങളും വെള്ളവും അല്ലേ, അടിപൊളി സംരംഭവും കൂടിയാണ്. കാരണം ഈ കൂട്ടം തെറ്റിയ ആനകളെയും പിന്നെ വയ്യാത്ത ആനകളെ എല്ലാം പരിപാലിക്കുന്ന അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ വന്ന് നമ്മളിവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടിക്കറ്റ് ചാർജ് ഒക്കെ വളരെ കുറവാണ്. അതെ അതെ. പിന്നെ ട്രെക്കിംഗ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കുന്ന ഇവിടെയൊക്കെ കുരങ്ങുണ്ട്. കുറേ ടൈപ്പ് ട്രെക്കിംഗ് ഉണ്ടല്ലേ ഇവിടെ. അപ്പോൾ ആ ട്രെക്കിങ്ങിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ വേണമെന്നുള്ളത് പ്രീ ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് വിട പറയുവാണ്. അപ്പോൾ പുതിയ കണ്ടന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.